എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രധാനപരമായിട്ടുള്ള നിയമങ്ങളിലെ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും മാറ്റങ്ങൾ ഇന്നു മുതലാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ പാൻ കാർഡ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ ഒരു പ്രധാന മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശമനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ പാൻ കാർഡ് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത വ്യക്തികൾ ഇപ്പോൾ 500 രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ്. നികുതിദായകരുടെ രേഖകളിൽ കൃത്യവും സുതാര്യവുമായിട്ടുള്ള വിവരങ്ങൾ ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രക്രിയകളെ ബാധിച്ചേക്കാവുന്ന പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു നീക്കം ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യയിലെ നികുതിദായകർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ ഉപകരണമാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ്. ഇതൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ അവരുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, നികുതി പേയ്മെന്റുകൾ, നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതാണ്. എന്നിരുന്നാലും കാലക്രമേണ ആളുകൾ വിലാസങ്ങൾ, പേരുകൾ അല്ല എങ്കിൽ മറ്റ് വ്യക്തിഗത വിശദാംശങ്ങളും മാറ്റുന്നു. അത്തരം മാറ്റങ്ങൾ പാൻ രേഖകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് പൊരുത്തക്കേടുകൾക്കും നിയമപരമായിട്ടുള്ള സങ്കീർണങ്ങൾക്കും ഇടയാക്കുന്നതാണ്. ഉത്തരവാദിത്വവും സമയബന്ധിതവുമായിട്ടുള്ള അപ്ഡേറ്റുകളും നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ ഇപ്പോൾ ഈ ഒരു പിഴ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ നികുതി സാമ്പത്തിക ചട്ടക്കൂടിനുള്ള മൂലക്കല്ലായിട്ട് പാൻ സംവിധാനം പ്രവർത്തിക്കുന്നതാണ്. യഥാർത്ഥ വ്യക്തിഗത വിവരങ്ങളും പാൻ ഡാറ്റാബേസിൽ സംഭരിച്ചിരിക്കുന്ന വിവരങ്ങളും തമ്മിലുള്ള ഏതൊരു പൊരുത്തക്കേടും സങ്കീർണതകൾ സൃഷ്ടിക്കുന്നതാണ്. ഈ പൊരുത്തക്കേടുകൾ ആദായ നികുതി ഫയലിംഗുകൾ, റീഫണ്ട് പ്രോസസ്സിംഗ്, ആധാർ ലിങ്കിംഗ്, ബാങ്ക് അക്കൗണ്ട് തുറക്കൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ്. പാൻ വിവരങ്ങൾ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാൻ എളുപ്പമാണ് എങ്കിലും പല വ്യക്തികളും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തുവാൻ അവഗണിക്കുകയോ മറക്കുകയോ ചെയ്യുന്നു. അതിനാൽ തന്നെ ഈ ഒരു നിയമം പിഴ ഈടാക്കുക മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള രേഖകൾ രേഖപ്പെടുത്തുവാൻ പൗരന്മാരെ പ്രേരിപ്പിക്കുകയാണ്. 500 രൂപ പിഴ എന്നത് കാര്യമായിട്ടുള്ള ഭാരമൊന്നും ഉണ്ടാക്കാതെ അനുസരണം വളർത്തുന്നതിനുള്ള ഒരു എളിമയുള്ളതും എന്നാൽ ഉറച്ചതുമായിട്ടുള്ള നടപടിയായിട്ട് കണക്കാക്കുന്നതാണ്. ശിക്ഷ ആരെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. പാൻ കാർഡ് ഉടമകൾക്ക് അവരുടെ വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരികയും എന്നാൽ യഥാസമയം അത് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്താൽ പിഴ ബാധകമാണ്. അതിൽ വ്യക്തികൾ, ബിസിനസ്സുകാർ, ട്രസ്റ്റുകൾ, കമ്പനികൾ, നിയമപരമായിട്ട് പുതുക്കിയ പാൻ രേഖകൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അസോസിയേഷനുകൾ എന്നിവയും ഉൾപ്പെടുന്നതാണ്. വിവാഹം, കോടതി ഉത്തരവ്, താമസ വിലാസത്തിലെ മാറ്റം, ജനന തീയതിയിലോ ബന്ധപ്പെടാനുള്ള വിവരങ്ങളിലോ ഉള്ള പിശകുകൾ തിരുത്തൽ എന്നിവ കാരണം നിയമപരമായിട്ടുള്ള പേരുമാറ്റം പോലുള്ള സാധാരണ സാഹചര്യങ്ങളിൽ പാൻ അപ്ഡേറ്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. കൂടാതെ പാൻ, ആധാർ ഡേറ്റ എന്നിവയിൽ വ്യത്യാസമുള്ളവർ 2 രേഖകളും സമന്വയിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുവാൻ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. നിങ്ങൾ ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും പെടുകയും അതോടൊപ്പം തന്നെ നിശ്ചിത തീയതിക്കപ്പുറം അപ്ഡേറ്റ് വൈകിപ്പിക്കുകയും ചെയ്താൽ തിരുത്തൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് അഭ്യർത്ഥന സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ 500 രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ്. അതോടൊപ്പം തന്നെ അപ്ഡേറ്റ് അവഗണിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൽ ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ അവഗണിക്കുന്നത് വെറും 500 രൂപ പിഴയേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ്. ഏറ്റവും ഉടനടിയുള്ള അനന്തരഫലം ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിന് നിർബന്ധിതമായിട്ടുള്ള ആധാറുമായി നിങ്ങളുടെ പാൻ ബന്ധിപ്പിക്കുവാൻ കഴിയാത്തതായിരിക്കും. ഇത് നിങ്ങളുടെ പാൻ പ്രവർത്തനരഹിതമാക്കുന്നതിനും ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനുള്ള നിങ്ങളുടെ കഴിവ് മരവിപ്പിക്കുന്നതിനും കാരണമാകുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് വിവരങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ശിക്ഷ ഒഴിവാക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു പിഴ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ വിവരങ്ങൾ മുൻകൂട്ടി അവലോകനം ചെയ്ത് നിലവിലുള്ള വ്യക്തിഗത വിവരങ്ങളുമായിട്ട് അവ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. നിങ്ങളുടെ പേര് മാറ്റുക അല്ലെങ്കിൽ പുതിയ വിലാസത്തിലേക്ക് മാറ്റുകയോ മൊബൈൽ നമ്പർ മാറ്റുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ ഒരു അപ്ഡേറ്റ് ആരംഭിക്കുന്നതാണ് ഉചിതം. പിഴ ഇതിനകം തന്നെ ബാധകമാണ് എങ്കിൽ പോലും കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനേക്കാൾ ഇപ്പോൾ അത് അടയ്ക്കുന്നതാണ് നല്ലത്.
ഭാവിയിലെ അനുസരണത്തിനായിട്ട് പ്രത്യേകിച്ച് പ്രധാന നികുതി ഈവൻറ്റുകൾക്കോ സാമ്പത്തിക തീരുമാനങ്ങൾക്കോ മുമ്പ് തന്നെ നിങ്ങളുടെ പാൻ ഡാറ്റ പതിവായിട്ട് പരിശോധിക്കുന്നത് ഒരു പ്രധാന ശീലമാക്കേണ്ടതാണ്. പാൻ ആവശ്യകതകളെക്കുറിച്ച് ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നിരീക്ഷിക്കുകയും അനുബന്ധ രേഖകൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടതാണ്. പിഴകൾ ഒഴിവാക്കുന്നതിനും സാമ്പത്തിക സേവനങ്ങളിലേക്കുള്ള തടസ്സരഹിതമായിട്ടുള്ള ആക്സസ് നിലനിർത്തുന്നതിനുമുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം വിവരങ്ങളും ജാഗ്രതയും നിലനിർത്തുക എന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.